നെറ്റ്ഫ്ലിക്സിലെ സ്ട്രേഞ്ചർ തിങ്സ് എന്ന സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മറ്റൊരു ഡയമെൻഷനിലുള്ള ഒരു ലോകവും ഭൂമിയിലെ ഒരു കൊച്ചു പട്ടണവും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കഥയാണിത്. അടുത്ത ലോകത്തേക്കുള്ള വാതിൽ തുറക്കുന്ന ഇടങ്ങളിൽ ശക്തമായ കാന്തിക വലയം അനുഭവപ്പെടുന്നതായി സീരീസിൽ കാണിക്കുന്നുണ്ട്. ഒപ്പം വൈദ്യുതി വിളക്കുകൾ തെളിഞ്ഞും അണഞ്ഞും കളിക്കുന്നു. തുടർന്ന് വേറെയും ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറുന്നു. ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ ലോകത്ത് ശരിക്കുമുണ്ടോ? ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ നടന്ന ചില സംഭവങ്ങൾ ഇത്തരം നിഗൂഢതകൾ കഥകളിലും ഫാന്റസികളിലും മാത്രമാണോ എന്നൊരു ചോദ്യം ഉയർത്തുന്നുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ. പെട്ടെന്ന് ഒരിടത്തെത്തുമ്പോൾ നിങ്ങളുടെ കയ്യിലെ ഫോണിലുള്ള സമയം താനെ മാറുന്നു. 2 കൊല്ലം കഴിഞ്ഞുള്ള തീയതിയാണ് നിങ്ങളുടെ ഉപകരണങ്ങളിൽ കാണിക്കുന്നത് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? കേൾക്കുമ്പോൾ കഥ പോലെ തോന്നാമെങ്കിലും ഇത് യഥാർത്ഥത്തിൽ നടന്നതാണ്. മറ്റെങ്ങുമല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെ. കഴിഞ്ഞ വർഷം ജാർഖണ്ഡിലെ തൈമര താഴ്വരയിലായിരുന്നു സംഭവം നടന്നത്. രാംപൂരിനും തൈമര വാലിക്കും ഇടയിലുള്ള റാഞ്ചി ജംഷഡ്പൂർ ഹൈവേ NH-33 കടന്നുപോയ ആളുകൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. തങ്ങളുടെ മൊബൈലിലെ ക്ലോക്കിൽ 2022 പകരം 2024 എന്ന് കാണിക്കുന്നു. വാട്സപ്പും മറ്റ് ആപ്പുകളുമെല്ലാം സമയം ക്രമീകരിക്കാനുള്ള സന്ദേശങ്ങൾ കാണിക്കുന്നു. സോഷ്യൽ മീഡിയയിലും മറ്റും ആളുകൾ ഈ കാര്യം പോസ്റ്റ് ചെയ്തു. പക്ഷേ ഈ പ്രതിഭാസത്തെക്കുറിച്ച് കാര്യമായ ഒരു വിശദീകരണം എവിടെ നിന്നും ലഭിച്ചില്ല. ഈ പ്രദേശത്ത് കൂടി ഉത്തരായന രേഖ കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ടിരിക്കാം ഈ സംഭവം ഉണ്ടാകുന്നതെന്ന് കുറെ പേർ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഭൂമിയിലെ മറ്റിടങ്ങളിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നില്ല എന്ന ചോദ്യം ബാക്കിയായി. തൈമര താഴ്വരയിൽ ശക്തമായ കാന്തിക വികിരണങ്ങൾ ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളുടെയും റോഡരികിലെ തെരുവു വിളക്കുകളുടെയും ലൈറ്റുകൾ മിന്നി മിന്നി കളിക്കുന്നു. മാത്രമല്ല, അടുത്തുള്ള സ്ഥാപനങ്ങളിലും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാനാകില്ല. സമയവും തീയതിയും മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ഈ പ്രദേശത്തുള്ള ജംചുവ ഏരിയയിലെ കസ്തൂർബ ബാലിക റെസിഡൻഷ്യൽ സ്കൂളിലെ കുട്ടികളുടെയും ജീവനക്കാരുടെയും ബയോമെട്രിക് ഹാജർ തയ്യാറാക്കാനാവില്ല. ആവർത്തിച്ച് സമയമേഖലകൾ മാറുന്നതിനാൽ ഇന്റർനെറ്റും നിരവധി ആപ്ലിക്കേഷനുകളും ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. ഫോൺ വിളിക്കാൻ മാത്രമേ കഴിയൂ. അത്രയധികം കാഴ്ചകളൊന്നും കാണാനില്ലാത്ത ഇടമാണ് തൈമര താഴ്വര. റാഞ്ചിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. ദസം വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന റോഡിന് സമീപമാണ് ഈ താഴ്വരയുടെ തുടക്കം. പോകും വഴി 4 വരിപ്പാതയുടെ ഇരുവശത്തും മലകളും താഴ്വരകളും കാണാം. മഴക്കാലത്ത് പർവ്വതങ്ങളിലൂടെ പറന്നു നടക്കുന്ന മേഘങ്ങളുടെ കാഴ്ചയും അടുത്തു നിന്ന് കാണാം. കാളിയുടെയും ബജ്രംഗ് ബലിയുടെയും പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം ഈ മേഖലയിലുണ്ട്. വഴിയാത്രക്കാർ ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ വണ്ടി നിർത്തുന്നു. ഈ ക്ഷേത്രത്തെക്കുറിച്ചും നിരവധി കഥകൾ ഈ പ്രദേശത്ത് പ്രചരിക്കുന്നുണ്ട്. മുൻപ് ഈ വഴി വാഹനങ്ങളിൽ കടന്നു പോകുന്നവർ പെട്ടെന്ന് വെള്ളവസ്ത്രം ധരിച്ച ഒരു സ്ത്രീ മുന്നിലേക്ക് നടന്നു വരുന്നതായി കാണാറുണ്ടത്രേ. സ്ത്രീയെ രക്ഷിക്കാൻ ഡ്രൈവർമാർ വാഹനം വെട്ടിക്കുമ്പോൾ അപകടമുണ്ടാകുന്നത് പതിവായിരുന്നു. ഈ റോഡിൽ നിറയെ കേടായ വാഹനങ്ങൾ കാണാം. അപകടങ്ങൾ തുടർക്കഥയായപ്പോൾ ആളുകൾ ചേർന്ന് നിർമ്മിച്ചതാണ് കാളിക്ഷേത്രം എന്ന് പറയുന്നു. തൈമര താഴ്വരയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. എന്നാൽ ഇത്തരം കഥകളും അനുഭവങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടേറെ പേർ ഇപ്പോൾ ഇവിടം സന്ദർശിക്കുന്നു.